സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. സുഹാസിനി, ഈ വയലാറിനെ സുഹാസിനി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് എന്ന് പറഞ്ഞു? വയലാറിനെ ഓർത്തെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല്, കാരണം ഇപ്പം വയലാറിന്റെ 50-ാം പിറന്നാള് അല്ല 50-ാം ചരമവാർഷിക ആഘോഷം തുടങ്ങിയ പിന്നെ നാട്ടിലെങ്ങും നമ്മൾ വയലാർ അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറയുന്നതിൽ ഒരു വ്യത്യസ്തത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് നമ്മളെ ബാല്യകാലത്തേക്കാണ് പോകുന്നത് വയലാർ അനുസ്മരണം എന്ന് പറയുമ്പോൾ. അതായത് ചെറിയ കാലത്ത് നമ്മൾ കുട്ടികളെല്ലാം കൂടി പ്രത്യേകിച്ച് വെക്കേഷൻ അവസരത്തിൽ അമ്മയുടെ തറവാട്ടിൽ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു വെക്കേഷൻ ആഘോഷിക്കുമ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളിൽ കുട്ടികളും ടീച്ചറും കുട്ടികളെല്ലാം ആയിട്ട് കളിക്കുമ്പോൾ അന്നേരം ഒരു ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഉപയോഗിച്ചിരുന്നത്. എൻ്റെ ഇളയമ്മയൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. വേറെ അടുത്തുള്ള കുട്ടികൾ പാട്ട് പാടും കുട്ടികളെല്ലാം ഇതെല്ലാം ഉണ്ടായിരുന്നു. അവർ നമ്മളെ പഠിപ്പിക്കും. അപ്പം അന്നേരമുള്ളൊരു പാട്ട് ഞാൻ ഓർത്തെടുക്കുന്നതാണ്. എൻ്റെ പെട്ടെന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് പച്ചമലയിൽ പവിഴമലയിൽ പട്ടുടുത്ത താഴ്വരയിൽ കണ്ടുമുട്ടി പണ്ടൊരിക്കൽ രണ്ട് കൃഷ്ണ മൃഗങ്ങൾ. പിന്നെ വേറൊന്നും അതായത് വയലാറിന്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇതുപോലെയുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇത് പാട്ട്, ഇങ്ങനെ അങ്ങേപ്പാട്ട്, ഇന്നത്തെ രീതിയിൽ അങ്ങേപ്പാട്ട് എന്ന് പറയുന്ന പോലെയുള്ള പാട്ടുകളുണ്ട്. അതുപോലെ നല്ല പ്രണയഗാനങ്ങളുണ്ട്, വിപ്ലവ ഗാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ ആദ്യകാലത്ത് എനിക്ക് പിന്നെ വേറൊന്ന് അണിയം മണിയം പണി തീരാത്ത വീട് എന്നുള്ള സിനിമയില് ഒരു പിന്നെ ടീച്ചർ അല്ല ഇവര് കുട്ടിക്ക് കഥ ഇത് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. അണിയം മണിയം പൊയ്കയിൽ പണ്ടോരയന്നമുണ്ടായിരുന്നു, അവളുദയം മുതൽ അസ്തമയം വരെ ഉർവശിച്ചമയുകയായിരുന്നു. അണിയം മണിയം പൊയ്കയിൽ പണ്ടോരയന്നമുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെയുള്ള പാട്ടുകൾ മറ്റേ ഇത് ചെത്തി മന്ദാരം തുളസി. പിന്നെ വേറെ ഒന്ന് ഈ പാട്ട് പാടുന്നത് അമ്പാടി അമ്പാടി തന്നീലൊരുണ്ണി, ഇത് പിന്നെ ചെമ്പരത്തി എന്നുള്ള സിനിമയില് അഞ്ജന കണ്ണന മുന്നി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വരുമ്പോ അതുപോലെ കുടമുല്ലപ്പൂവിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മിനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മിനുക്കാൻ ഞാറ്റുവേല. നല്ല പാട്ടാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ് പിന്നെ കോളേജിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജിലെത്തുമ്പോഴൊക്കെ അവിടെയൊക്കെ ആർട്സ് കോമ്പറ്റീഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ബാച്ചിലെ ഒരാള് നന്നായി പാട്ട് പാടുന്ന ഒരാള് ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്ന, യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്ന ഒരു പാട്ടാണ് സന്യാസിനി. ഇത് സന്യാസിനി പറയുമ്പോ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ വയലാറ് ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് 7 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ സമ്മതത്തോടു കൂടി അവരെ അനുജത്തിനെയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത്. അമ്മ അവര് പറഞ്ഞിട്ട് തന്നെ നിർബന്ധിച്ചിട്ട്. അപ്പൊ അതിലാണ് 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോ ഈ വയലാറിന് ആദ്യ ഭാര്യയോടുള്ള പ്രണയം ഒരിക്കലും പോകുന്നില്ല. അപ്പൊ അങ്ങനെ അവരോർത്തുകൊണ്ടാണ് ഈ പാട്ട് എഴുതിയത്. അപ്പൊ അതിലിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എന്താണ് വരികള്, നിന്റെ ദുഃഖാർദ്രമാം മൂകാശ്രുതാരയിൽ എന്റെ സ്വപ്നങ്ങളിൽ, പിന്നെ എന്നു നിന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, രാത്രി പകലിനോടെന്ന പോലെ
യാത്ര ചോദിപ്പൂ ഞാൻ. അത് നമുക്കിട്ടല്ല, എന്താ പറയാ, ഒരു വരികൾ കേൾക്കുമ്പോൾ ശരിക്കും ഒരു കുളിര് വരുന്ന പോലത്തെ വരികൾ. അത് വയലാർ ഉള്ളിൽ തട്ടി എന്ന് വെച്ചാൽ ജീവിതത്തിൽ നിന്നുണ്ടായ ഒരു പാട്ട്. അത് ആ സിനിമക്ക് വേണ്ടി പറയുമ്പോൾ ഇത് അവര് ഇന്നും പറയുന്നത്, അവര് മുമ്പ് പറഞ്ഞ കാര്യം, ആ പാട്ട് എന്നെ മാത്രം ഓർത്തിട്ട് എഴുതിയതാണ്. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന് വയലാറിന്റെ കുടുംബത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് കൂടെ പോവാം. ഇപ്പൊ പറഞ്ഞല്ലോ, പിന്നെ പുഷ്പ പറഞ്ഞല്ലോ, വയലാറിന് 4 മക്കളാണ്. അതായത് മൂത്തത് വയലാർ ശരത്ചന്ദ്രവർമ്മ, പിന്നെ താഴെ 3 പെൺകുട്ടികൾ, ഇന്ദുലേഖ, മറ്റേ യമുന, സിന്ധു. സിന്ധു എന്ന് പറയുന്ന കുട്ടി അടുത്തായിട്ട് സുഖമില്ലാതായിട്ട് മരിച്ചുപോയി. ഇതില് പറയുന്ന ഈ യമുന എന്ന് പറയുന്നവര്, യമുനയുടെ ഹസ്ബൻഡ് എന്റെ അധ്യാപകനുമാണ്, കുറച്ചു കാലം എന്റെ സഹപ്രവർത്തകനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്, യമുനയായിട്ടും നല്ല പരിചയമാണ്. ഇപ്പോഴും നമ്മള് സാറും എല്ലായിട്ട് നമ്മള് അത്യാവശ്യം പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജില് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 4-5 കൊല്ലം അവിടെ വർക്ക് ചെയ്തപ്പോ എന്റെ സഹപ്രവർത്തകനായിരുന്നു. ഇപ്പോഴും ഇടക്കിടക്ക് കോണ്ടാക്ട് ഉണ്ട്. ഞങ്ങള് പഠിച്ച അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് പിന്നെയാണ് അറിയുന്ന നമ്മള് വന്ന് വയലാറിന്റെ മോളെ അത്രേ നമ്മള് ഈ സാറ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അടുപ്പവും കൂടി വയലാറിന്റെ കുടുംബമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പാൽക്കടൽ തീരകളിലക്കിയെടുത്തതിൽ പൂനില പുടവതൊടുമ്പോ, പാൽക്കടൽ തീരകളിലക്കിയെടുത്തതിൽ പൂനില പുടവ